ഇനി നമ്മൾ പോകുന്നത് ഇൻഡോറിലേക്കാണ്. ഇൻഡോറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഘം പിടിയിലായി. കിഡ്നാപ്പിംഗ് സംഘം ആവശ്യപ്പെട്ടത് 15 ലക്ഷം രൂപ. പക്ഷേ 7 മണിക്കൂറിനുള്ളിൽ കിഡ്നാപ്പർമാരെ തൂക്കി പോലീസ്. രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് ആ കിഡ്നാപ്പിംഗ് സംഘത്തിലുണ്ടായിരുന്നത്. അവരാണ് പിടിയിലായത്. 11ഉം 10ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ. അവരെയാണ് ഈ ടീം കടത്തിക്കൊണ്ടുപോയത്. ഓമനത്വമുള്ള വളർത്തുമൃഗങ്ങളെ, പെറ്റ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ കാണിച്ചു തരാം, അതിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ, ഇതൊക്കെ പറഞ്ഞായിരുന്നു അവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. വിനീത് പ്രജാപതി 22 വയസ്സ്, രാധിക പ്രജാപതി 19 വയസ്സ്, ലളിത് സെൻ 21 വയസ്സ്, തനിഷ സെൻ 20 വയസ്സ്. ഇവരായിരുന്നു ആ കിഡ്നാപ്പർമാർ. വിനീതും രാധികയും സഹോദരങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. ലളിതും തനിഷയും ദമ്പതികളും. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പാർക്ക്, ആ പാർക്കിലേക്ക് ലളിതും തനിഷയും എത്തുകയായിരുന്നു. അതിനുശേഷം വളരെ പ്ലാൻഡായി അവരുടെ അടുത്തേക്ക് എത്തുന്നു. അവർക്ക് ഫോണിൽ ഈ പെറ്റ്സിൻ്റെ ചിത്രങ്ങൾ, മനോഹരമായിട്ടുള്ള പൂച്ചകളുടെയും നായ്ക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ കാണിച്ചു നൽകി അവരെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങനെ അത് വിശ്വസിച്ചാണ് ആ കുട്ടികൾ ഒപ്പം പോയതെന്ന് പോലീസ്. इसमें कल शाम का पूरा घटनाक्रम है और इसमें कल शाम को जब 2 बच्चे तिरुपति गार्डन एरिया है, थाना पलासिया क्षेत्र का, वहाँ पे जब वो खेल रहे थे तो वहाँ पे एक महिला द्वारा उनको ये कहते हुए कि चलो तुमको जो है तुम्हारे पसंद के जो पेट एनिमल्स होते हैं वो हम दिखा देते हैं, जो तुमको पसंद आए ले लेना। वहाँ से उनको मूवमेंट उनका कराया और उसके पश्चात थोड़ी दूर जाने के पश्चात एक कैब हायर करके और उनको शहर के आउटर एरिया में ये महिला ले गई। ये 2 दिन पहले भी इस तरह का प्रयास करके और बच्चों को ले जाके पेट एनिमल्स की फ़ोटो दिखाई गई थी 2 व्यक्तियों द्वारा, एक महिला और एक पुरुष द्वारा। और ये बात बच्चों ने अपने परिवारजनों से शेयर नहीं की थी। उसके पश्चात कल जब ये बच्चे इनके उसमें आ गए, नियंत्रण में आ गए. വാട്സപ്പിലൂടെയാണ് ഈ 2 കുട്ടികളുടെയും വീട്ടുകാരെ ഈ സംഘം ബന്ധപ്പെടുന്നത്. പിന്നീട് സുരക്ഷിതരായ കുട്ടികളെ വിട്ട് നൽകണമെങ്കിൽ 15 ലക്ഷം രൂപ വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. 11 മണിക്കുള്ളിൽ ആ തുക എത്തിച്ചില്ല എങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. 7 ലക്ഷം രൂപ ആ കുട്ടികളുടെ വീട്ടുകാർ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്താണെങ്കിലും പോലീസ് അവിടെ അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തിയെന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടികളെ ഇവർ നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പോലീസിന് കിട്ടി. അങ്ങനെ പോലീസ് അന്വേഷിച്ച് പ്രതികൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്കെത്തി. രാജേന്ദ്ര നഗറിലെ ഒരു ബഹുനില കെട്ടിടത്തിലായിരുന്നു സംഘമുള്ളതെന്ന് മനസ്സിലാക്കി. ആ സ്ഥലം മനസ്സിലാക്കിയ ശേഷം കൂടുതൽ സേനയെ എത്തിച്ച് ആ കെട്ടിടം തന്നെ വളഞ്ഞു. ഭയന്നുപോയി ആ കിഡ്നാപ്പർമാർ. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പിടിയിലായി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നില്ല അവർ 4 പേരും. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു പാഴ്ബുദ്ധിയിലാണ് അവർ ആ കിഡ്നാപ്പിംഗ് നടത്തിയത് എന്നാണ് പോലീസും കരുതുന്നത്. ഇ-കൊമേഴ്സ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് രാധികയും തനിഷയും. ലളിത് ഒരു ഡ്രൈവറാണ്. 4-മൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലും. എന്താണെങ്കിലും തട്ടിക്കൊണ്ടുപോയവർ ഒരിക്കൽ പോലും അവരെ ഉപദ്രവിച്ചിരുന്നില്ല എന്ന് ആ കുട്ടികളും പറയുന്നുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തി ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് വിശ്വസിക്കുന്നു, അവകാശപ്പെടുന്നു ഇൻഡോർ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.